ഇന്ന് ഞാൻ എന്താണ് വീഡിയോ ഇടുക എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഞാനിവിടെ മുളക് കണ്ടത്. ഇത് ഇവിടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ എരിവൊന്നുമില്ല, എന്നാലും ഇത് വെച്ചിട്ട് മുരിങ്ങ കറി വെക്കാമെന്ന് കരുതി ഞാൻ ഈ മുളകൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. അടുത്ത വീട്ടിലെ താത്തയാണ് കേട്ടോ എനിക്ക് ഈ മുളകിൻ്റെ തൈ തന്നത്. അപ്പോൾ ഒരു 2 തൈയാണ് തന്നത്. ഒന്ന് ഇതും ഒന്ന് ഇതിൻ്റെ വയലറ്റ് കളറിലുള്ള മുളകുമാണ് കേട്ടോ തന്നത്. ഞാനത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നാക്കിയിട്ടാണ് കുഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആ 2 മുളകും ഉണ്ടായിട്ടുണ്ട്. ഒന്നിലായിട്ട് ഇതുപോലെ വയലറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് മൂത്തിട്ടില്ല, അത് ചെറുതായിട്ടുണ്ടായി വരുന്നേ ഉള്ളൂ, പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഞാൻ കറി വെക്കാണ്. അപ്പോൾ ഇത്രയും മുളക് ഞാൻ അതിൽ എടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ നല്ലപോലെ നൈസായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം. ഗ്യാസിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുക്കണം. അത് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്നുണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. നമ്മളൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേഗം കറി വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുരിങ്ങാക്കറിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ ഇത് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ തന്നെ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. മുരിങ്ങ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കണം. മുരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കുമ്പോൾ തിക്കായിട്ട് വരും, കറി കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് മുരിങ്ങ വേവിക്കാം. അപ്പോൾ കറി റെഡിയായി.